രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണമുയർന്ന സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് പാലക്കാട് UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥി. പാലക്കാട് കുഴൽമന്ദം ബ്ലോക്ക് റൂറൽ ക്രെഡിറ്റ് സഹകരണ സംഘം പ്രസിഡന്റ് വിനേഷാണ് കണ്ണാടി പഞ്ചായത്തിൽ 15-ാം വാർഡിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന വിനേഷിനെ ആരോപണമുയർന്ന സമയത്ത് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. ഞാനവിടെ 2019 എൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഞാനവിടെ ചെയ്യുന്നത്. ഒരു മാസത്തിൽ തന്നെ ആ ബാങ്ക് തകർച്ചയിലാണെന്ന് ഞാൻ അറിഞ്ഞു. ആ ഒരു മാസം തൊട്ട് ഞാൻ പൈസ ചോദിക്കാൻ തുടങ്ങിയതാണ്. ഓരോ ഡേറ്റുകൾ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ എൻ്റെ മക്കളുടെ പഠനത്തിനായിട്ട് ഞാനത് മാറ്റിവെച്ച പൈസയാണ്. സംരക്ഷിക്കുക തന്നെയാണ് ഇവരെയൊക്കെ. അല്ലാതെ ഇവരിപ്പോൾ വാർഡ് ഇലക്ഷനിൽ വന്ന് ഭാര്യയും ഭർത്താവും നിൽക്കുകയാണ്. ഇത്രയും ജനങ്ങളെ പറ്റിച്ചിട്ട് ഇവരെങ്ങനെ ഒരു ജനങ്ങൾക്ക് നല്ലത് ചെയ്യും എന്നാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംനയുടെ റിപ്പോർട്ടാണ്. പറയൂ ഷംന. സഹകരണ സംഘം നിലവിൽ വന്നതിന് പിന്നാലെ വലിയ പിന്തുണയാണ് ഈ നാട്ടുകാരും പുറത്തുള്ളവരും അടക്കം സഹകരണ സംഘത്തിന് നൽകിയിരുന്നത്. വലിയ വിശ്വാസം അർപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ നിക്ഷേപകരും ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിരുന്നത്. പക്ഷെ പല അടിയന്തര ഘട്ടങ്ങളിൽ പോലും വ്യക്തിപരമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ നിക്ഷേപകർ ഈ പണം തിരികെ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് സഹകരണ സംഘത്തിന്റെ ക്രമക്കേടുകൾ പുറത്തു വരുന്നത്. അതായത് പല അവധികളും പറഞ്ഞ് ഈ നിക്ഷേപകരെ കബളിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ഈ മാസം തരാം അല്ലെങ്കിൽ അടുത്ത മാസം തരാം എന്ന് പറഞ്ഞ് പല അവധികൾ പറഞ്ഞു. പിന്നീട് പല ചെക്കുകൾ നൽകാൻ തുടങ്ങി. പക്ഷേ ഈ ചെക്കുകളൊക്കെ ബാങ്കിൽ നിന്നും തിരികെ വന്നു. ഇതൊക്കെ മടങ്ങി വന്നു. പണം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ഈ സഹകരണ സംഘത്തിലെ തട്ടിപ്പുകൾ, അതിൻ്റെ ആരോപണം ശക്തിപ്പെടുന്നതും തട്ടിപ്പുകൾ പുറത്തു വരുന്നതും. പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടായി. സഹകരണ സംഘത്തിൻ്റെ തന്നെ പല വകുപ്പുകളിൽ ചേർന്ന് പല ഉദ്യോഗസ്ഥർ ചേർന്ന് അന്വേഷണം നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തി. ഈ വിനേഷിനെതിരെ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ ആരോപണം ഉയർന്നിരുന്നതും. എന്നാൽ ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിനേഷ് ഹൈക്കോടതിയിൽ പോകുന്നതും സ്റ്റേ വാങ്ങുന്നതും. പിന്നാലെ അന്ന് ഈ കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. പക്ഷെ പിന്നീട് ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ ആ സ്ഥാനം രാജിവെക്കേണ്ട ഒരു ഘട്ടം വരെ ഉണ്ടായി. കോൺഗ്രസ് പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ സ്റ്റേ ഒക്കെ വാങ്ങിയതിനു ശേഷം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് കണ്ണാടിയിലെ 15-ാം വാർഡിൽ വിനേഷ് സ്ഥാനാർത്ഥിയാകുന്നത്. അതും കോൺഗ്രസ് പിന്തുണയോടുകൂടി. വിനേഷ് മാത്രമല്ല, വിനേഷിൻ്റെ ഭാര്യയും ഇവിടെ കണ്ണാടിയിൽ തന്നെ മത്സരിക്കുന്നുണ്ട് മറ്റൊരു വാർഡിൽ. അങ്ങനെ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ പല നിക്ഷേപകരിൽ നിന്നായി 4.5 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയത്. അത് ഈ ക്രമക്കേടുകൾ കൃത്യമായി കണ്ടെത്തിയതുമാണ്. തുടർ നടപടികൾക്ക് പോകുന്നതിന് മുൻപാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിനേഷ് ഒരു സ്റ്റേ വാങ്ങിയത്. ഇക്കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നതിന് മുമ്പ് UDF എന്തിനൊരു പിന്തുണ നൽകുന്നു? ഒരാളെ, ഇത്തരം ക്രമക്കേടുകൾ ആരോപണ വിധേയനായ ഒരാളെ എന്തിന് UDF പിന്തുണയ്ക്കുന്നു എന്നതാണ് ഈ നിക്ഷേപകർ ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.